അവൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രി സമയത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവവചനത്തിലെ ധ്യാനത്തിലേക്ക് മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 46-ാം വാക്യം മുതൽ 52-ാം വാക്യം വരെ ഒരു കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനെ കുറിച്ചിട്ടുള്ള ഒരു സന്ദർഭ കഥയാണ് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നത്. അതിങ്ങനെ വായിക്കുന്നു: അവർ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോട് വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസറേനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പിനെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞ് കുരുടനെ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പ് ഇട്ടുകളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. കുരുടനായ ഒരു മനുഷ്യൻ കർത്താവിൽ ശരണപ്പെട്ട് വിശ്വസിച്ചുകൊണ്ട് നിലവിളിച്ച് സൗഖ്യം പ്രാപിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ ഈ കഥയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഭൗമികമായ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ ആ വ്യക്തിക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരും. അതുപോലെയോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കോ ഉള്ള തലങ്ങളിലേക്കുള്ളതാണ് ആത്മീയമായ കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ലോകപരമായിട്ടുള്ള കാഴ്ച നഷ്ടപ്പെട്ടാലും ദൈവവിശ്വാസത്തിലൂടെ ആത്മാവിൻ്റെ നിത്യജീവനിൽ ആ പ്രകാശം പ്രാപിപ്പാൻ ഏതൊരു കാഴ്ച ഇല്ലാത്ത മനുഷ്യനും പ്രാപിക്കാൻ കഴിയും, സാധ്യമാണ്. എന്നാൽ ആത്മീയമായ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയാൽ അത് വലിയ വിപത്തിലേക്ക് എന്ത് ചെയ്യും? ചെന്ന് ചാടും. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ഏക സത്യ ദൈവത്തെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. സത്യദൈവത്തെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഏക ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ വചനം വ്യക്തമായിട്ട് പറയുന്നു, ഏക ദൈവത്തെ മാത്രം വിശ്വസിച്ചാൽ നിത്യജീവൻ ലഭ്യമാകത്തില്ല. അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെയും അറിയുന്നത്, യേശുക്രിസ്തു ക്രൂശിൽ ചെയ്ത കാര്യങ്ങൾ എന്തെന്ന് അറിയുന്നവർ, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം അറിയുന്നവർ, ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവർ, പുനരുത്ഥാനത്തിൽ വിശ്വസിച്ച് നീതീകരണം വിശ്വാസത്താൽ പ്രാപിക്കുന്നവർ യേശുവിനെ അറിയുകയാണ്. യേശുവിൽ നിന്നുള്ള അത്ഭുതങ്ങളോ അടയാളങ്ങളോ വീര്യപ്രവൃത്തികളിലൂടെ യേശുവിനെ അറിയുക എന്നുള്ളതല്ല. അതിനപ്പുറം അവൻ എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായി നമ്മളവനെ അറിയണം. ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ട്, ദൈവത്തെ അറിയുന്ന അറിവുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അക്ഷരീയമായി എഴുതപ്പെട്ട വചനങ്ങളിൽ നിന്ന് നമുക്ക് ദൈവത്തെക്കുറിച്ചറിയാൻ കഴിയും. എന്നാൽ ദൈവത്തെ അറിയുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പുത്രനാം ക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തി നൽകിയിട്ടല്ലാതെ ആരും പിതാവിനെയും, പുത്രൻ താൻ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ പുത്രൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പുത്രനെ എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. പരിശുദ്ധാത്മാവിനാലാണ് ഈ ദിവസങ്ങളിൽ പിതാവാം ദൈവത്തെ, പുത്രനാം ക്രിസ്തുവിനെ, പരിശുദ്ധാത്മാവൻ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ, അതിലൂടെ ദൈവത്തെ അറിയുവാൻ, ഏക സത്യ ദൈവത്തെയും അവൻ്റെ പുത്രനായ ക്രിസ്തുവിനെയും അറിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ആ അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കും എന്ന് വിശ്വസിക്കേണ്ടുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ആവശ്യമില്ല. എന്നാൽ ക്രൂശിലെ മരണത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരാൾ വിശ്വസിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ക്രൂശ് മരണത്തിലൂടെയുള്ള രക്ഷ കരസ്ഥമാക്കാൻ ഒരു മനുഷ്യന് സാധിക്കത്തില്ല. രക്ഷ കരസ്ഥമാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. നീതീകരണം നമുക്ക് ലഭിക്കുന്നത്, സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിലൂടെ സാധിക്കത്തുള്ളൂ. ഒരു രോഗിക്ക് സൗഖ്യമുണ്ടാകുമ്പോൾ ആ സൗഖ്യമായത് കണ്ടോ എന്ന് പരിശുദ്ധാത്മാവ് മറ്റുള്ളവരിലേക്ക് തെളിയിച്ച് കാണിക്കേണ്ട ആവശ്യം പരിശുദ്ധാത്മാവിനില്ല. എന്നാൽ ക്രൂശ് മരണത്തിൽ സംഭവിച്ച എന്താണ് എന്ന് നിങ്ങൾ അറിയണം എന്നാഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ക്രൂശ് മരണത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അന്നും ഇന്നും എല്ലാ കാലത്തിലും വെളിപ്പെടുത്തുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന സത്യങ്ങളെ
അറിയുവാനോ അനുഭവിപ്പാനോ അതിൻ്റെ മഹത്വം വെളിപ്പെടുത്താനോ ജനഹൃദയങ്ങൾക്ക് താല്പര്യമില്ലാതെ കേവലം വിശ്വാസത്താൽ ലഭിക്കുന്ന ഭൗമിക അനുഗ്രഹങ്ങളുടെ പുറകിലേക്കുള്ള പരക്കം പാച്ചലിലാണ്. അപ്പോൾ ഇവിടെ വായിക്കുന്നത് ഏകസത്യ ദൈവത്തെ അവൻ്റെ പുത്രനായ ക്രിസ്തുവിനെയും അറിയുക എന്ന് പറയുന്നത് അനുഭവിച്ചറിയുക. ദൈവത്തെ അനുഭവിച്ചറിയുക എന്ന് പറയുന്നത് വചനത്തിലെ അനുസരണത്തിലൂടെയാണ് നമ്മൾ ദൈവത്തെ അറിയാൻ കഴിയുക. അപ്പോൾ ഇവിടെ വെളിച്ചത്തിലൂടെ നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യുന്നു? അറിയുന്നു. ദൈവം വെളിച്ചമാകുന്നു. ഏക സത്യ ദൈവത്തെയും അവൻ്റെ പുത്രനായ ക്രിസ്തുവിനെയും അറിയണമെങ്കിൽ വെളിച്ചം ഇമ്പോർട്ടൻ്റാണ്, പ്രാധാന്യമുള്ളതാണ്. വചനത്തിലെ വെളിച്ചം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരണം. അപ്പോൾ ഇവിടെ ഒരു കുരുടനായ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? തൻ്റെ ഭൗമികമായ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നുണ്ടെങ്കിൽ എത്രയോ അധികമായി നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ആത്മീയ കണ്ണിനെ പ്രകാശിപ്പിച്ച് തരേണ്ടുന്നതിന് ദൈവസന്നിധിയിൽ നമ്മൾ നിലവിളിക്കേണ്ട ആവശ്യമാണ്. കാരണം വചനം അവിടെ പറയുന്നു, ഏക സത്യ ദൈവത്തെയും അവൻ്റെ പുത്രനായ ക്രിസ്തുവിനെയും കാണണം, അറിയണം, അനുഭവമാക്കണം. അതിന് ഈ അന്ധകാരം ഒരിക്കലും ജനഹൃദയത്തെ സമ്മതിക്കത്തില്ല. അത് വചനത്തിലത് കാണിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ 4-ാം വാക്യം വരുമ്പോൾ ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. അവൾ അകക്കണ്ണ് എന്ത് ചെയ്യുന്നു? കുരുടായി മാറും. ഇവിടെ ബർത്തിമായിയുടെ പുറത്തെ കണ്ണ് കുരുടാവും. അവൻ പുറത്തെ കണ്ണിൻ്റെ സൗഖ്യത്തിന് എന്ത് ചെയ്യുന്നു? നിലവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം ലോകം മുഴുവനും ഇപ്രകാരം പൈശാചിക ശക്തികൾ ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിപ്പാൻ കുരുടാക്കി വയ്ക്കുമ്പോൾ ആ കുരുട് മാറി വെളിച്ചം ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ എത്രത്തോളം നിലവിളിക്കേണ്ട ആവശ്യമാണ്. ഇവിടെ നമ്മൾ ഈ കഥ വായിക്കുമ്പോൾ ഞങ്ങളുടെ ആരുടെയും കണ്ണിന് കുരുടെന്തിയിട്ടില്ല, ബാധിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ ഈ ഭർത്തിയുമായി നിലവിളിച്ചാലും നിലവിളിക്കേണ്ട ആവശ്യമില്ലെന്ന് ചിന്തിക്കും. പക്ഷെ അതിനെക്കാട്ടിൽ എത്രയോ ഭീകരമായ അവസ്ഥയിലാണ് പലപ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം പോലും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഭൗമികമായ അനുഗ്രഹങ്ങൾ ലഭിക്കേണ്ടുന്നതിന് ഉള്ള വിശ്വാസം, അവൻ്റെ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിശ്വാസം ഏതൊരു വ്യക്തിയിലും ഉരുവായി വരും. എന്നാൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി നൽകുന്നത് മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ലഭിക്കേണ്ടുന്നതിനുള്ള കാര്യങ്ങളല്ല, ക്രിസ്തു ക്രൂശിൽ ചെയ്ത കാര്യങ്ങളെ വിശ്വാസത്താൽ ഏറ്റെടുക്കേണ്ടുന്നതിനുള്ള വിശ്വാസമാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. യേശുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ സംഭവിച്ച കാര്യങ്ങൾ എന്താണ് എന്ന് വെളിപ്പെടുത്തി തരുന്നതാണ് പരിശുദ്ധാത്മാവ്. രക്ഷയും ശുദ്ധീകരണവും നീതീകരണവും തേജസ്കരണവും എന്നിത്യാദിയൊക്കെ കാര്യങ്ങൾ ഒരു വ്യക്തി ജീവിതത്തിൽ ലഭ്യമാകണമെങ്കിൽ സ്വയമായിട്ടുണ്ടാകുന്ന വിശ്വാസം കൊണ്ട് ആ വ്യക്തിക്ക് അത് സ്വായത്തമാക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി നൽകണം. അപ്പോൾ വെളിച്ചം കൊണ്ടാണ് വെളിച്ചത്തെ അറിയുന്നത്. അതായത് സൂര്യനെ നമ്മൾ കാണണമെങ്കിൽ സൂര്യൻ തരുന്ന വെളിച്ചം കൊണ്ടാണ് സൂര്യനെ തിരിച്ചറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം തരുന്ന വെളിച്ചത്തിലൂടെ അല്ലാതെ ദൈവത്തെ അറിയാൻ കഴിയത്തില്ല. അപ്പോൾ ഇവിടെ ആത്മീയമായ ഒരു തിമിരം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ശരിയായി ദൈവത്തെയും തൻ്റെ പുത്രനായ ക്രിസ്തുവിനെയും അറിയുന്നില്ലെങ്കിൽ അവിടെ പറയുന്നു നിത്യജീവനാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ നമ്മൾ നിത്യജീവൻ ലഭിക്കേണ്ടുന്നതിന് ദൈവത്തിൻ്റെ വെളിച്ചത്തിലൂടെ ദൈവത്തെ തന്നെ അറിയുവാൻ തക്കവണ്ണം എത്രത്തോളം ഈ പറയപ്പെട്ട ബർത്തിമായിയെക്കാട്ടിലും എത്രത്തോളം ശബ്ദമെടുത്ത് ദൈവസന്നിധിയിൽ ഞാനും നമ്മൾ ഓരോരുത്തരും നിലവിളിക്കേണ്ടതായിട്ടും കരയേണ്ടതായിട്ടുണ്ട്. കാരണം അവനെ അറിയാതെ നിത്യജീവൻ പ്രാപിപ്പാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, കാഴ്ച എന്ന് പറയുന്നത് ഇന്ന ആൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആൾ കാണുന്നുണ്ട്, മറ്റൊരാൾ കാണുന്നുണ്ട് എന്നതിൽ കാര്യമായില്ല. കാഴ്ച വ്യക്തിപരമാണ്. ഒരു ശുശ്രൂഷക്കാരന് കാഴ്ചയുണ്ട്, അതുകൊണ്ട് വിശ്വാസികൾക്ക് സധൈര്യം മുമ്പിലോട്ട് പോകാം എന്ന് ചിന്തിക്കുന്നത് ശുദ്ധ അബദ്ധമാണ്. എല്ലാവർക്കും കാഴ്ച എന്നുള്ളത് വ്യക്തിപരമാണ്. നമ്മൾ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാഴ്ചയില്ലാത്തവർ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നു. ആത്മീയത്തിലും അങ്ങനെയാണ്. ആത്മീയ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വചനത്തെ ശരിയായ രീതിയിൽ ആ വെളിച്ചത്തിലൂടെ കാണുന്നവരും ഇല്ലാത്തവരും ഉണ്ട്. രണ്ടും എൻറ്റയർലി ഡിഫറൻ്റാണ്. വ്യക്തിപരമായി കാഴ്ച ലഭിക്കേണ്ടുന്നതിന് എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? നിലവിളിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം വെളിച്ചമാണ്, ആ വെളിച്ചത്തിൽ ദൈവത്തെ അറിയാം. ദൈവം സ്നേഹമാകുന്നു, ആ സ്നേഹത്തിൽ ദൈവത്തെ അറിയാം. ദൈവം സത്യമാകുന്നു, ആ സത്യത്തിൽ ദൈവത്തെ അറിയാം. ദൈവം നിത്യജീവനാകുന്നു, ആ നിത്യജീവനിലൂടെ നമ്മൾ നിത്യജീവനിൽ കടക്കും. അവനെ അറിയുന്നവർ
യേശുക്രിസ്തുവിൽ ഈ വെളിച്ചമിരിക്കുന്നു, ഈ സത്യമിരിക്കുന്നു, ഈ സ്നേഹമിരിക്കുന്നു, ഈ നിത്യജീവൻ ഇരിക്കുന്നു. അവനെ കാണുവാൻ, അറിയുവാൻ ഭർത്തിമായി നിലവിളിച്ചത് അവന് സൗഖ്യം കിട്ടാൻ നമ്മൾ നിലവിളിക്കേണ്ടുന്നത് ദൈവത്തെയും തൻ്റെ പുത്രനായ ക്രിസ്തുവിനെയും അധികമായി അറിയുവാൻ, കാണുവാൻ ആത്മീയ കണ്ണുകളെ കർത്താവ് എന്ത് ചെയ്യണം? പ്രകാശിപ്പിച്ചു തരണം. ലോകം മുഴുവനും അന്ധതമസ്സിൽ എന്ത് ചെയ്യുന്നു? കിടക്കുന്നു. കൂരിട്ട് സകല ജാതികളെ എന്ത് ചെയ്തിരിക്കുന്നു? മൂടി വച്ചിരിക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ജനം എത്ര അധികം ദൈവസന്നിധിയിൽ ദൈവ വെളിച്ചത്തിന് വേണ്ടി നിലവിളിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയുണ്ട്. പ്രിയമുള്ളവർ, ഈ ഭാഗം വായിക്കുമ്പോൾ കർത്താവിനെ കുറിച്ചുള്ള ശിഷ്യന്മാരെ കുറിച്ചും അവിടെ കാണുന്നത്, അവർ എരിഹോവിലെത്തി. ഈ എരിഹോവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പഴയ നിയമ വേദഭാഗങ്ങളിൽ നമ്മൾ ഇതിനു മുമ്പ് ധ്യാനിച്ചിട്ടുള്ളതാണ്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം കനാനിലേക്കുള്ള യാത്രയിൽ അവർക്ക് എരിഹോ കോട്ട ഒരു തടസ്സമായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ ദൈവത്തെ ആരാധിക്കുകയും പാടുകയും ഉച്ചത്തിൽ ഘോഷിക്കുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ ആ എരിഹോ മതിൽ എന്ത് ചെയ്യുന്നു? ഇടിഞ്ഞു വീഴുന്ന അനുഭവം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ എരിഹോ പട്ടണത്തിൽ കർത്താവും ശിഷ്യന്മാരും എന്ത് ചെയ്യുന്നു? എത്തുകയാണ്. ആ എരിഹോ പട്ടണത്തിൽ എത്തിയതിനു ശേഷം എരിഹോവിൽ നിന്ന് പുറപ്പെട്ടു തിരിച്ചു പോകുമ്പോൾ ആണ് തിമായിയുടെ മകനെ ബർത്തിമായി എന്ത് ചെയ്യുന്നത്? കാണുന്നത്. അപ്പോൾ ലാസ്റ്റ് അവിടെ നിന്ന് പുറപ്പെട്ടു പോയാൽ ഈ മനുഷ്യന് പിന്നെ കർത്താവിനെ സന്ധിക്കാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. എന്ന് പറയുന്നത് പോലെ ഈ അന്ധകാരമുള്ള ലോകത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടവരായി കിടന്ന കൂട്ടത്തിൽ നമ്മളുടെ പട്ടണത്തിൽ ദൈവിക സന്ദർശനം ഉണ്ടാകുമ്പോൾ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ചത് ഓർക്കുമ്പോൾ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. എരിഹോയിൽ നിന്ന് കർത്താവ് കടന്നുപോയാൽ ബർത്തിമായിക്ക് പിന്നെ കാഴ്ചയില്ല. നമ്മുടെ പട്ടണത്തിലും ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ കണ്ണുകളെ സൗഖ്യമാക്കിയ കൂട്ടത്തിൽ കർത്താവ് നമ്മുടെ കണ്ണുകളെ സൗഖ്യമാക്കിയത് കൊണ്ടാണ് ദൈവിക വെളിച്ചത്തിൽ തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ അറിയുവാൻ, അതിലൂടെ നിത്യജീവൻ അവകാശമാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ യെരുശലേമിൽ പാർക്കേണ്ടുന്ന വ്യക്തി എരിഹോവിൽ ചെന്നിരിക്കുക. യെരുശലേമിൽ പാർക്കേണ്ടുന്നവൻ എരിഹോവിൽ വഴിയോരത്തിരിക്കുന്നു എന്നാണ് കണ്ടത്. കർത്താവ് നമുക്ക് വഴിയോരത്തിൽ ഇരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ഇരിക്കാനല്ല. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ആ വഴിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നടക്കുക എന്നുള്ളതാണ്. കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു ഭവനത്തിൽ രാത്രിയിൽ ലൈറ്റ് കറണ്ട് പൊക്കി കഴിഞ്ഞാൽ ലൈറ്റ് എല്ലാം ഓഫായി കഴിയുമ്പോൾ പിന്നെ ഒറ്റ കാര്യം എന്ത് ചെയ്യാൻ പറ്റില്ല? വെളിച്ചമില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും ഇരിക്കുക. അതുപോലെയാണ് കാഴ്ച നഷ്ടപ്പെട്ട ഒരു വ്യക്തി ആത്മീയനാണെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് ഒരു ദൈവിക പ്രവൃത്തി എന്ത് ചെയ്യാൻ പറ്റത്തില്ല. യെരുശലേമിലേക്കുള്ള വഴിയാണ്, പക്ഷെ ഇരിക്കുന്നത് എരിഹോവിലാണ്. കാഴ്ച ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ ഭവനത്തിൽ കാണും. ഇല്ലാത്തവർ ആ വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ കാഴ്ച നഷ്ടപ്പെട്ടവരായിട്ടിരിക്കും. നമ്മൾ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുവാൻ അല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? യെരുശലേമിലേക്ക് ദൈവത്തെ ആരാധിക്കാൻ പോകുന്നവർ ഭിക്ഷാടനം അവരുടെ ഇടയിൽ എന്ത് ചെയ്യുന്നു? ചെയ്ത് ദൈവത്തിൽ നിന്നുള്ള ആശ്രയത്തിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള ആശ്രയത്തിലേക്ക് വന്ന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അവിടെ സ്ഥിരമായിട്ട് എന്ത് ചെയ്യാണ്? അവിടെ അങ്ങ് താമസമാക്കുകയാണ്. കാര്യങ്ങൾ സുഭിക്ഷമായിട്ട് എന്ത് ചെയ്യുന്നു? നടക്കുന്നു. വഴിയോരത്തിലായിരുന്നാലും കാഴ്ചയില്ലെങ്കിലും നമ്മുടെ ഭൗമികമായ വിഷയങ്ങൾ നടക്കുന്നു എന്നുള്ളതല്ല, അറിയേണ്ടുന്നവനെ അറിയുവാൻ തക്കവണ്ണമുള്ള കാഴ്ച നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ടുള്ള നിലവിളി എന്ത് ചെയ്യണം? ഉണ്ടാകണം. ആ കാഴ്ചയില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചും അവൻ ആർക്കും ശല്യമില്ലാതെ എന്ത് ചെയ്യണം? അവിടെ ഇരിക്കണം. പക്ഷെ യേശു ആ വഴിയിലേക്ക് വന്നപ്പോൾ കർത്താവാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവൻ എന്ത് ചെയ്തു? കേട്ടു. അവിടെ അങ്ങനെയാണ് വായിക്കുന്നത്. 47 വാക്യം, നസറേനായ യേശു എന്ന് കേട്ടിട്ട്. യേശുവിനെ കേൾക്കാനുള്ള ചെവി നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കേൾവിയിലൂടെ കാഴ്ചയ്ക്ക് വേണ്ടി വിളിക്കാൻ കഴിയും. വിശ്വാസം കേൾവിയാണ്. കേൾവി ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ വചനത്താൽ. ദൈവം നമുക്ക് നൽകുന്ന വഴിയിൽ നടക്കുവാനാണ് വിളിച്ചത്. പക്ഷേ കാഴ്ചയില്ലാത്തത് കാരണം വഴിയോരത്തിൽ ഇരുന്നു. അങ്ങനെ പലപ്പോഴും നമ്മളും ആത്മീയമായി ശരിയായ കാഴ്ച ലഭിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ ജീവൻ്റെ വഴിയിൽ എവിടെയൊക്കെയോ നമ്മൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മെ കർത്താവ് സന്ധിച്ച് നമ്മെ സൗഖ്യമാക്കിയത്. ഇനിയും നമ്മൾ വഴിയിൽ ഇരിക്കാൻ വേണ്ടി മനുഷ്യരെ ആശ്രയിച്ച് വഴിയോരത്തിൽ ഇരുന്ന് ബാക്കി ജീവിതം തീർക്കുക എന്നുള്ളതല്ല. കാഴ്ച ലഭിച്ചതിനെ കുറിച്ച് അവിടെ കാണുന്നു. 52 വാക്യത്തിൽ അവസാനം വരുമ്പോൾ, കാഴ്ച ലഭിച്ചപ്പോൾ യാത്രയിൽ അവൻ യേശുവിനെ അനുഗമിച്ചു.
അപ്പോൾ ആത്മീയമായി കാഴ്ച ലഭിക്കുക എന്നുള്ളതും, കാഴ്ച ലഭിച്ചു കഴിഞ്ഞാൽ പോകേണ്ടുന്നത് കർത്താവിനെ അനുഗമിച്ചാണ് യാത്ര ചെയ്യേണ്ടത് എന്നുള്ള ബോധ്യം കാഴ്ച ലഭിച്ചൊരു വിശ്വാസിക്കുണ്ടാവും. കാഴ്ച ഇല്ലാത്തൊരു വ്യക്തി ഒരിക്കലും യേശുവിനെ അനുഗമിക്കത്തില്ല. ഞാനിവിടെ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയത്തില്ല. അക്ഷരീയമായിട്ടൊരു കുരുടനായ മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുമ്പോൾ ഉള്ള സന്തോഷമല്ല ഇവിടെ പറയുന്നത്. ആത്മാവിലെ ദൈവ വെളിച്ചത്താൽ, പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന സൗഖ്യത്തിലൂടെ വഴിയോരത്തിൽ എവിടെയെങ്കിലുമൊക്കെ കാണപ്പെടുന്ന അനുഭവമല്ല, യേശുവിൻ്റെ പിൻപേ ഗമിക്കുവാൻ തക്കവണ്ണമുള്ള, അനുഗമിക്കുവാൻ തക്കവണ്ണമുള്ള കാഴ്ച നമുക്ക് ലഭിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ യേശു എന്ന് എന്ത് ചെയ്തു? അവൻ കേട്ടു എന്ന്, നസറേനായ യേശു എന്ന് കേട്ടിട്ട്. അപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടവന് ചെവി കൂടെ നഷ്ടപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാം പോയി. ദൈവസഭയിൽ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ചില സന്ദർഭങ്ങളിൽ എല്ലാ കാര്യങ്ങളും ദൈവ വെളിച്ചത്തിൽ കാണാൻ കഴിയണമെന്നില്ല. പക്ഷേ ചെവി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരു ദൈവ പൈതലിന് മനസ്സുണ്ടെങ്കിൽ ആ ചെവിയിലൂടെ അവൻ്റെ കണ്ണ് തുറക്കും. ദൈവവചന കേൾവിയിലൂടെ അവൻ്റെ കണ്ണ് തുറക്കും. ഇന്ന് ദൈവവചനം കേൾക്കാൻ ജനത്തിന് എന്തല്ല താല്പര്യമില്ല. തന്നിമിത്തം എന്താണ് സംഭവിക്കുന്നത്? ആത്മീയ കാഴ്ചയുമില്ല. അവരെന്താണ് ആഗ്രഹിക്കുന്നത്? ഈ വഴിയോരത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിനെ യേശു സഞ്ചരിക്കുന്ന വഴിയോരത്തിൽ, അല്ലെങ്കിൽ യെരുശലേമിലേക്കുള്ള വഴിയോരത്തിൽ, അല്ലെങ്കിൽ ആരാധനയുടെ മഹത്വം വെളിപ്പെടുന്ന ഇടത്ത് എന്ത് ചെയ്യുന്നു? ഇരിക്കുന്നു. മാത്രമല്ല എല്ലാ ദൈനംദിനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? നടന്നും കിട്ടുന്നുണ്ട്. അതിൽ ആശ്വസിച്ചിരിക്കും. ദൈവവചനം കേൾക്കാതെ വിശ്വാസമുണ്ടാകത്തില്ല. വിശ്വാസമുണ്ടാകാതെ നിലവിളിക്കത്തില്ല. ഇവൻ നിലവിളിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ്റെ കണ്ണ് തുറക്കാൻ. റോമർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രോഗസൗഖ്യം കിട്ടുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. രോഗസൗഖ്യം എല്ലാം ഉണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഏവനും രക്ഷിക്കപ്പെടും. കേൾവി വളരെ പ്രധാനമാണ്. ദൈവവചന കേൾവി, വചനത്തെ ഇപ്പോൾ ഒരാൾക്കൊരു ആവശ്യത്തിലിരിക്കുമ്പോൾ ആ ആവശ്യം ദൈവത്താൽ നിറവേറ്റപ്പെടും എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിശ്വസിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതവൻ്റെ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനിൽ സ്വയമായിട്ട് ആ വിശ്വാസം എന്ത് ചെയ്തോളും? വന്നോളും. എന്നാൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഒരു വ്യക്തി ജീവിതത്തിന് വിശ്വാസത്തിൽ കൊണ്ടുവരണമെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചാൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. പരിശുദ്ധാത്മാവിന് ഹൃദയം ഇടം കൊടുത്താൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. അപ്പോൾ ഇവിടെ കണ്ണിനെ ബാധിച്ചു, പക്ഷെ ചെവി എന്ത് ചെയ്തില്ല? ബാധിച്ചില്ല. ചെവിയെ കൂടെ ബാധിച്ചിരുന്നെങ്കിൽ അവൻ്റെ സ്ഥിതി എന്തായിരിക്കും? പ്രിയമുള്ളവരെ, നമ്മൾ ദൈവവചനം ശ്രവിക്കുന്നതിൽ ഒരു കോംപ്രമൈസും എന്ത് ചെയ്യരുത്. നമ്മൾ അങ്ങനെ കോംപ്രമൈസ് ചെയ്താൽ അത് നമ്മുടെ കണ്ണിനെ ബാധിക്കും, ആത്മീയ കണ്ണിനെ ബാധിക്കും. നമ്മൾ ശരിയായ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ശ്രവിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആത്മീയ കണ്ണുകൾക്ക് ജ്വലനമുണ്ടാകും. വചനം കേട്ട് കളയുന്ന കാര്യമല്ല, വചനം കേട്ട് ഏറ്റെടുക്കുന്നവർ. ആ ഏറ്റെടുക്കുന്നവർ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. നരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ലോകത്തിൻ്റെ ഇൻപങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ കൾച്ചറിൽ നിന്ന് രക്ഷിക്കപ്പെടും. പിശാചിൽ നിന്ന് രക്ഷിക്കപ്പെടും. അങ്ങനെ വിളിച്ചപേക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം കൊണ്ടാണ് ഇന്ന് ഒത്തിരി ആൾക്കാർ വിശ്വസിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ മെറ്റീരിയൽ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? വിളിച്ചപേക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ രോഗസൗഖ്യത്തിന് വേണ്ടി. ഇവിടെ നമ്മൾ 2000 വർഷത്തിന് മുമ്പ് ഒരു ബർത്തിമായിക്ക് രോഗസൗഖ്യം കിട്ടിയ കാര്യത്തെ പറഞ്ഞിട്ട് ഇന്നും നമ്മൾ രോഗസൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ ആരാധിച്ചിട്ടോ സന്തോഷിച്ചിട്ടോ എന്ത് കഥ? ആ വചനത്തിനകത്തൂടെ പരിശുദ്ധാത്മാവ് എന്താണ് വെളിപ്പെടുത്തി തരുന്നത് അത് മനസ്സിലാക്കി അതെൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നൽകുന്ന സൗഖ്യമാണെന്ന് നമ്മൾ വിശ്വാസത്താൽ അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അതിൽ ദൈവം പ്രസാദിക്കും. ഇന്ന് നമ്മൾ ചെയ്യുന്നതാണ്. അന്ന് സൗഖ്യം കിട്ടിയ കാര്യത്തെ ഒന്നുകൂടെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഇന്നും ദൈവത്തിന് കുരുടനെ സൗഖ്യമാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നതല്ല. ഇന്നും ആത്മീയ കണ്ണുകളെ കർത്താവിന് സൗഖ്യമാക്കി കാണേണ്ടിയവനെ വ്യക്തമായി കാണുവാനും അനുഗമിക്കേണ്ടിയ കർത്താവിനെ അനുഗമിപ്പാൻ തക്കവണ്ണവും ആത്മീയ കണ്ണുകളെ കാഴ്ച നൽകി മുമ്പിലേക്ക് നയിപ്പാൻ ശക്തിയുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, ആരാധിക്കുന്നത്, വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ കേൾവി വളരെ പ്രധാനമാണ്. കണ്ണ് കാഴ്ച ലഭിക്കാത്തവനും ഇവിടെ എന്ത് ചെയ്യുന്നു? ആ വഴിയോരത്തിൽ ഇരുന്നിട്ടും നസറേനായ യേശു എന്ന് കേട്ടിട്ട് ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ. അവൻ യേശുവേ എന്ന് ഡയറക്റ്റായിട്ട് വിളിക്കില്ല, ദാവീദ് പുത്ര. അപ്പം അവനും വ്യക്തമായിട്ട് വചനത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ അറിയാം. ദാവീദിൻ്റെ കുലത്തിൽ നിന്നാണ് ക്രിസ്തു വരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കാഴ്ച ലഭിക്കാത്തവനും അവൻ്റെ കേൾവിയിലൂടെ നേരത്തെ എപ്പോഴും അവൻ എന്തിരുന്നു?
മനസ്സിലാക്കിയിരുന്നു. വ്യക്തമായ കാഴ്ചപ്പാട് ചില സമയത്തിൽ ലഭിക്കാത്തവരും വചനത്തിൻ്റെ കേട്ടുകേൾവിയിലൂടെ ഉണ്ടായ വിശ്വാസത്തിൽ ദാവീദിൻ്റെ കുലത്തിൽ നിന്ന് ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് അവിടെ തീരുകയില്ല, പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തുവിലെ വിശ്വാസമുണ്ടാകുമ്പോൾ ഏകസത്യ ദൈവത്തെയും അവൻ്റെ പുത്രനായ ക്രിസ്തുവിനെയും അറിയുവാൻ അനുഭവിപ്പാൻ ഇടയാകുമ്പോൾ അതവൻ്റെ നിത്യജീവന് കാരണമായി തീരും. റോമർ 10:13 നമ്മൾ നേരത്തെ വായിച്ചത്. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. 14 വാക്യത്തിൽ എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഇവിടെ ഭർത്തിയുമായി കാഴ്ച ലഭിക്കേണ്ടെന്നതിന് വിശ്വസിക്കുമ്പോൾ ഇവിടെ രക്ഷിപ്പാൻ കഴിയുന്ന കർത്താവിനെ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ കേൾവി ഇമ്പോർട്ടൻ്റ് ആണ്. ആ കേൾവിയിലൂടെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അവിടെ എങ്ങനെ വായിച്ചത്, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പോൾ ഇവിടെ കാഴ്ച ലഭിക്കണമെങ്കിൽ കാഴ്ച ലഭിക്കുന്നതിന് മുൻപ് കേൾവി എന്ത് ചെയ്യണം? ഉണ്ടാകണം. കേൾവി ഉണ്ടാകുന്നത് ലോകത്തിലുള്ള ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരുന്നാലും എന്ന കേൾവിയല്ല ഇവിടെ പറയുന്നത്. ആൾക്കാരുടെ ശബ്ദങ്ങളുടെ കേൾവിയല്ല ഇവിടെ പറയുന്നത്. വചനത്തിലൂടെയുള്ള ദൈവശബ്ദത്തിൻ്റെ കേൾവി ഉണ്ടാകണം. വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അശരീരി കേട്ടു, ഞാൻ ദൈവശബ്ദം കേട്ടിരിക്കുന്നു എന്നുള്ളതല്ല. വചനത്തിലൂടെയുള്ള കേൾവി എന്ത് ചെയ്യണം? ഉണ്ടാകണം. വചനത്തെ പ്രസംഗിക്കുവാൻ തക്കവണ്ണം ദൈവം അയക്കാതെ ആർക്കും ദൈവവചനം എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രസംഗിക്കാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കും. അവിടെ കൃത്യം വചനമാണ് ഞാൻ പറയുന്നത്. അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ യേശുവിനെ കേൾക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? വിശ്വസിക്കണം, അല്ലെങ്കിൽ പ്രസംഗിക്കണം. യേശുവിനെ കേൾക്കുവാൻ തക്കവണ്ണം ചെവി കൊടുക്കണം. ആ കൊടുക്കുന്ന ചെവിയിൽ യേശുവിനെ പ്രസംഗിക്കണം. ആ പ്രസംഗത്തിലൂടെ കേൾക്കുന്നവൻ യേശുവിനെ വിശ്വസിക്കണം. ആ വിശ്വാസത്തിലൂടെ അവൻ്റെ ആത്മീയ കണ്ണെന്ത് ചെയ്യുന്നത്? തുറക്കുന്നു. അപ്പോൾ വചനം കേൾക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിനും അകത്തെ കണ്ണെന്ത് ചെയ്യത്തില്ല? തുറക്കത്തില്ല. അങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിൽ നിന്ന് കർത്താവിൻ്റെ വചന കേൾവിയിലൂടെ നിലവിളിച്ചെന്ത് ചെയ്യണം? എനിക്കെന്ത് ചെയ്യണം? കാഴ്ച ലഭിക്കണം. ഇവിടെ ദൈവപുത്രനായ ക്രിസ്തുവിനെ കാണാനുള്ള വാഞ്ചയിലെ കാഴ്ചയാണ്. നമ്മളെ എല്ലാവരുടെയും കണ്ണുകൾക്ക് ഭൗമികമായ കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറം ക്രിസ്തുവിനെ കാണുവാനുള്ള കാഴ്ച. ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകൾ എന്ത് ചെയ്യണമേ? തുറക്കണം. കർത്താവ് തുറക്കാതെ ന്യായപ്രമാണത്തിലെ അത്ഭുതമായ ക്രിസ്തുവിനെ കാണുവാൻ സാധ്യമല്ല. രക്ഷിതാവിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധ്യമല്ല. നമ്മുടെ കർത്താവും നമ്മുടെ വീണ്ടെടുപ്പുകാരനും ആയ കർത്താവിനെ കാണുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. വിശ്വാസത്താൽ യേശുവിൻ്റെ നാമത്തിൽ ലഭിക്കുന്ന കാര്യങ്ങളെ വിശ്വസിപ്പാൻ സാധ്യമാകും. എന്നാൽ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ കർത്താവിൻ്റെ എണമേ തുറക്കണമേ. ആ നിലവിളി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ വരുമ്പോൾ, ആ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ആ ധ്യാനിക്കുന്ന വചനത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാനുള്ള വാഞ്ചയിൽ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ കർത്താവ് ആർക്കും മറയ്ക്കപ്പെട്ടവനല്ല, അവൻ വെളിപ്പെടുന്നവനാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അക്ഷരാർത്ഥത്തിൽ ഈ കാഴ്ചയില്ലാത്ത മനുഷ്യൻ യേശു അതുവഴി പോയിട്ട് കർത്താവിന് അക്ഷരാർത്ഥത്തിൽ എന്ത് ചെയ്തില്ല? അവന് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ അവന് ലഭിച്ച അവസരം അവൻ എന്ത് ചെയ്തില്ല? അവൻ പാഴാക്കിയില്ല. ആ സമയത്തിൽ അവൻ മിണ്ടാതെയാണ് ഇരുന്നതെങ്കിൽ അവന് കാഴ്ച ലഭിക്കത്തില്ല. കർത്താവിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തി ജീവിതത്തിന് അനുഭവമാക്കാൻ കഴിയുമ്പോൾ അതൊരു പക്ഷേങ്കിൽ രോഗസൗഖ്യത്തിലൂടെയോ ദൈവം നൽകുന്ന സമാധാനത്തിലൂടെയോ ആശ്വാസത്തിലൂടെയോ നമ്മൾ നേരിടുന്ന ഭൗമികമായ ചില വിഷയങ്ങളിൽ ദൈവം തരുന്ന വിടുതലുകൾ അനുഭവിക്കുമ്പോഴോ ആ വ്യക്തി അന്നേരം മനസ്സിലാക്കണം, അവൻ്റെ സാന്നിധ്യമാണ് എന്നെ എന്ത് ചെയ്തിരിക്കുന്നത്? എന്നെ വിടുവിച്ചിരിക്കുന്നത്. ആ വിടുതൽ കൊണ്ട് ആശ്വാസം പ്രാപിച്ചവിടെ നിർത്തരുത്. അവൻ വിടുവിച്ച സാന്നിധ്യം നീ തിരിച്ചറിയുമ്പോൾ അവൻ നിൻ്റെ അടുക്കലാണെന്നുള്ള ബോധ്യത്തിൽ ഇതിനപ്പുറമായിട്ടുള്ള ആത്മീയ കാഴ്ച ലഭിക്കേണ്ടുന്നതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമെന്ന് ഉറച്ച നിലവിളി ഉണ്ടാകുന്നുണ്ടെങ്കിൽ കർത്താവ് കണ്ണുകളെ തുറക്കും. ഒത്തിരി വിശ്വാസികൾക്ക് പറ്റുന്ന ഒരു കുഴപ്പം ഇതാണ്. കർത്താവ് അടുത്ത് വരുന്നു, കർത്താവ് സൗഖ്യമാക്കുന്നു, കർത്താവ് വിടുവിക്കുന്നു, കർത്താവ് അനുഗ്രഹിക്കുന്നു, കർത്താവ് അവരുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവ് എന്ത് ചെയ്യുന്നതാണ്? ആ വിടുതലുകൾ ഒക്കെ കൊടുത്താലും അതിനപ്പുറത്തേക്ക് കർത്താവിനെ കാണുവാനുള്ള താല്പര്യമില്ലാതെ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പിന്നെ എന്ത് ചെയ്യും? അവരവരെ വഴിക്ക് പോകും.
പ്രിയമുള്ളവരെ, ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുമായി ആ സാന്നിധ്യം നീ തിരിച്ചറിയുമ്പോൾ അവിടം കൊണ്ട് നിർത്തരുത്. വീണ്ടും കർത്താവിനെ കാണുവാനുള്ള താല്പര്യത്തിൽ ഉറച്ച നിലവിളി ഉണ്ടെന്നുണ്ടെങ്കിൽ കർത്താവ് നിന്റെ ആത്മീയ കണ്ണിനെ സൗഖ്യമാക്കും. ഭൗമിക വിഷയത്തിലായിരിക്കും തുടങ്ങുന്നത്, ഭൗമിക വിഷയത്തിലായിരിക്കും നീ ദൈവ സാന്നിധ്യം ആദ്യം അറിയുന്നു. അവിടം കൊണ്ട് നീ നിർത്തരുത്. ആ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ ഈ കുരുടനായ മനുഷ്യൻ എന്ത് ചെയ്തു? ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. ശിഷ്യന്മാരെന്താ പറഞ്ഞു? മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചു. മിണ്ടാതിരിക്കാൻ പറയും. എന്തിനാണ് ഇത്ര വലിയ നിലവിളി? എന്തിനാണ് ഇത്ര വലിയ കരച്ചിൽ? യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്നതിലെ സന്തോഷം പോലെ കർത്താവിനെ കാണാൻ വേണ്ടിയിട്ട് എന്താണ് ഇത്രയും കരച്ചിൽ? അപ്പോൾ ഇവിടെ അവൻ എന്ത് ചെയ്തു? കരുണ തോന്നണമേ എന്ന് വീണ്ടും വീണ്ടും നിലവിളിച്ചു. കരുണ കർത്താവിൽ നിന്ന് മാത്രമേ ലഭിക്കത്തുള്ളൂ എന്നുള്ള കാര്യം അവന് വ്യക്തമായിട്ട് അറിയാം. ലോകത്തിൽ ഒരു മനുഷ്യനിൽ നിന്നും കരുണ ലഭിക്കത്തില്ല എന്ന് വ്യക്തമായി ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ ദൈവസന്നിധിയിൽ കരുണയ്ക്കായിട്ട് നിലവിളിക്കാൻ പറ്റത്തുള്ളൂ. കരുണ അവൻ്റെ പക്കൽ നിന്ന് ലഭ്യമാണെന്നുള്ള തിരിച്ചറിവ് ലഭിച്ച ഒരാൾക്ക് മാത്രമേ കരുണയ്ക്ക് വേണ്ടി അധികം നിലവിളിക്കാൻ പറ്റൂ. പലരും ശാസിക്കും, നീ മിണ്ടാതിരി, അല്ലെങ്കിൽ നീ എന്തിന് ദൈവത്തെ ആരാധിക്കും, നീ അവിടെ തന്നെ ഇരി എന്നൊക്കെ എന്ത് ചെയ്യും പറഞ്ഞെന്നിരിക്കും. പക്ഷേ അവൻ്റെ ഉറച്ച നിലവിളിയിൽ അവിടെ കാണുന്ന അപ്പോൾ യേശു നിന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കും, ദാവീദിൻ്റെ വംശാവലിയെക്കുറിച്ച് അറിയുന്ന കുരുടൻ, ദാവീദിൻ്റെ വംശാവലിയിൽ നിന്നാണ് യേശു ക്രിസ്തു വരുന്നത് എന്നുള്ള കാര്യം അറിയുന്നവൻ കുരുടനായിട്ടിരിക്കും. ഞാൻ പറയുന്നത് ആത്മീയമായി ചിന്തിക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്നു എന്നുള്ളത് ശരിയായ രീതിയിൽ കാഴ്ച ലഭിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവല്ല, അതടുത്ത തലമാണ്. വചനത്തിനകത്തൂടെയുള്ള ഒത്തിരി കാര്യങ്ങൾ അക്ഷരീയമായിട്ട് എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ആത്മീയമായ കാഴ്ച ലഭിച്ചിരിക്കുന്നു എന്നുള്ളതിന് അത് തെളിവല്ല. കൃത്യമായി ഈ കുരുടനായ മനുഷ്യന് യേശു ദാവീദിൻ്റെ കുലത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. കർത്താവ് നമുക്ക് ആ കൃപ തരണം, ആ ജ്ഞാനം തരണം, അവനെ അറിയുവാനുള്ള ജ്ഞാനം. മുൻപ് നമ്മൾ ഇരുളായിരുന്നുവെന്ന് ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ വെളിച്ചം ആയിരിക്കും. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ വെളിച്ചത്തിലേക്ക് എന്ത് ചെയ്യും? വരും. ശിഷ്യന്മാർ പോലും അവിടെ ആ മനുഷ്യനോട് എന്ത് ചെയ്യുന്നു? മിണ്ടാതിരിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? ശാസിക്കുക. ഇപ്പോൾ പുറമേ ഉള്ള കണ്ണ് അടഞ്ഞിരിക്കുമ്പോൾ തന്നെ അക്ഷരീയമായിട്ട് നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ്റെ അകത്തെ കണ്ണ് ഓൾറെഡി എന്ത് ചെയ്തു? തുറന്നു. അതുകൊണ്ടാണ് അവന് വിശ്വാസത്തോടെ വിളിക്കാൻ കഴിഞ്ഞത്. പുറത്തെ കണ്ണിൽ കാണാത്തവൻ അകത്തെ കണ്ണിലൂടെ യേശുവിനെ എന്ത് ചെയ്യുന്നു? കാണുന്നു. നമ്മളിവിടെ നോക്കുമ്പോൾ കുരുടനായൊരു മനുഷ്യൻ, പക്ഷെ യഥാർത്ഥത്തിൽ യേശുവിനെ വിശ്വാസത്താൽ അവൻ്റെ അകത്തെ കണ്ണ് എന്ത് ചെയ്തു? കണ്ടതുകൊണ്ടാണ് ഉറക്കെ നിലവിളിച്ചത്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ കാഴ്ച ലഭിക്കേണ്ടിയ പ്രധാനപ്പെട്ട ഭാഗം, അതായത് ആത്മാവിൻ്റെ കണ്ണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തു? പുറത്തെ കണ്ണ് തുറക്കണതിന് മുമ്പേ അകത്തെ കണ്ണ് തുറന്നു. ഇന്ന് പുറത്തോട്ടുള്ള കണ്ണ് തുറന്നിരിക്കുന്ന ഒത്തിരി ആൾക്കാർ അകത്തെ കണ്ണ് തുറക്കാതെ എന്ത് ചെയ്യാണ്? നടക്കുകയാണ്. പക്ഷേ ഈ തിമായിയുടെ മകൻ ബർത്തിമായി പുറത്തെ കണ്ണ് അടച്ചിരിക്കുമ്പോൾ തന്നെ അകത്തെ കണ്ണ് എന്ത് ചെയ്തു? തുറന്നു. ഇവിടെ നമ്മൾ തിമായിയുടെ മകൻ എന്നാണ് അവിടെ വായിച്ചത്. ബർത്തിമായി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലേ? തിമായി എന്ന് പറയുന്ന വ്യക്തിയെ അവിടെ മെൻഷൻ ചെയ്യണമെങ്കിൽ തിമായി എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരാളാണ് എല്ലാവരും. അതുകൊണ്ടാണ് തിമായിയുടെ മകൻ ബർത്തിമായി. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ആത്മീയ ലോകത്തിൽ അറിയപ്പെടുന്ന ഒത്തിരി വലിയ വലിയ ആൾക്കാരുടെ അടുത്ത തലമുറകൾ ദൈവത്തെ അറിയാതെ എന്ത് ചെയ്യുന്നു? കുരുട്ട് കണ്ണുകളായി പോയി. അല്ലെങ്കിൽ അറിയപ്പെടുന്ന ആൾക്കാരുടെ ശുശ്രൂഷകളിൽ അവർക്ക് ഉണ്ടാകുന്ന ആത്മീയ മക്കൾ ആത്മീയ കാഴ്ചപ്പാടില്ലാതെ എന്ത് ചെയ്യുന്നു? പോവുകയാണ്. ഉറച്ച നിലവിളിയില്ലാതെ കാഴ്ച ലഭിക്കുക അസാധ്യമാണ്. ദൈവസഭ ഉറച്ച നിലവിളിയില്ലാതെ കാഴ്ച ലഭിക്കുക അസാധ്യമാണ്. ദൈവമക്കൾ ഉറച്ച നിലവിളിയോടുകൂടി നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ അകത്തെ കണ്ണിനെ, ഉള്ളിലെ കണ്ണ്, ഉൾക്കാഴ്ച, വചനത്തിലെ കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ വായിക്കുന്നു, ഏറ്റവും അധികം നിലവിളിച്ചു. ഉണ്ടോ? ഒരു കാഴ്ച ലഭിക്കുമ്പോൾ കാഴ്ച ലഭിക്കുവാൻ അവൻ്റെ ഉള്ളിലെ താല്പര്യങ്ങൾ ഏറ്റവും അധികമായിട്ട് എന്ത് ചെയ്തു? നിലവിളിക്കുക. ഹല്ലേലൂയ. ലോകം മുഴുവൻ അന്ധകാരം മൂടിക്കിടക്കുമ്പോൾ, സകല ജാതികളെയും കൂരിരുട്ട് മൂടിയിരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനത്തെ നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ആ കാഴ്ച കാണുവാൻ, ആ ദൈവമഹിമ കാണുവാൻ വാഞ്ചയുള്ള ദൈവത്തിൻ്റെ മക്കളുടെ അധരത്തിൽ ആത്മീയ കാഴ്ചപ്പാട് ലഭിക്കേണ്ടതിനുള്ള ഉറച്ച നിലവിളി ഉണ്ടാവും. അധികം നിലവിളിച്ചപ്പോൾ യേശു അവിടെ നിന്നു. ഈ ലോകം മുഴുവനും അന്ധകാരത്തിൻ്റെ കീഴിലാണെന്നുള്ള വ്യക്തമായ ബോധ്യമുള്ള
ഒരു ദൈവ പൈതലിന് മാത്രമേ ദൈവസന്നിധിയിൽ ഉറച്ച നിലവിളിയോടെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ആ വെളിച്ചം എൻ്റെ ഉള്ളത്തിൽ പകരണമെന്നുള്ള വാഞ്ചയിലൂടെ ഈ ഭർത്തിയുമായി വിളിച്ചതുപോലെ ദൈവസന്നിധി വിളിക്കാൻ പറ്റുന്നത്. അവിടെ ആദ്യം മിണ്ടരുത് എന്ന് പറഞ്ഞ ശിഷ്യന്മാരാണ് 40-ാം വാക്യത്തിൽ വരുമ്പോൾ അവനെ വിളിപ്പിന് യേശു പറഞ്ഞപ്പോൾ ഉടനെ എന്ത് ചെയ്തു? അവരുടെ പ്ലേറ്റ് മാറ്റി. ആദ്യം പറഞ്ഞെന്നാണ് മിണ്ടരുത്, പിന്നെ പറഞ്ഞെന്നാണ് ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ എന്ത് ചെയ്യുന്നു? വിളിക്കുന്നു. അവിടെ ആദ്യം സംഭവിച്ച കാര്യം എന്താണെന്ന് അറിയുമോ? അവൻ തൻ്റെ പുതപ്പിട്ട് കളഞ്ഞു. അവൻ്റെ ഭിക്ഷാടനത്തിൻ്റെ പുതപ്പിനെയാണ് ആദ്യം എന്ത് ചെയ്ത് ഇട്ട് കളഞ്ഞത്. അപ്പോൾ സൗഖ്യം ലഭിക്കുന്നതിന് മുൻപ് ഈ മനുഷ്യനുണ്ടായിരുന്ന വിശ്വാസം നമുക്കൊരു പാഠമാണ്. സൗഖ്യം ലഭിച്ചില്ലെങ്കിലോ പിന്നെ ഈ ഭിക്ഷാടനത്തിൻ്റെ പുതപ്പ് മൂടി എന്ത് ചെയ്യാം, അവിടെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് അത് ഇട്ടും കൊണ്ടല്ലേ എന്ത് ചെയ്തേ ഇരിക്കുന്നത്. ഇനി എനിക്കിതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ള വിശ്വാസം അവനുണ്ടായി. ഇനി എനിക്ക് മനുഷ്യനിലുള്ള ആശ്രയത്തിൻ്റെ ആവശ്യമേ ഇല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്തു. മാത്രമല്ല അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പുതപ്പ് അർത്ഥമാക്കുന്ന ചില കാര്യങ്ങളും ഒത്തിരി ആൾക്കാരുടെ ആത്മീയ കണ്ണുകൾക്ക് തെളിച്ചവും വെളിച്ചവും കിട്ടാത്തതിൻ്റെ കാരണം അവരുടെ പാരമ്പര്യം തന്നെയാണ്. അത് ഏത് പാരമ്പര്യമായിരുന്നാലും, ജാതീയമായ പാരമ്പര്യമായിരുന്നാലും, വിശ്വാസത്തിൽ വന്നതിന് ശേഷമുള്ള വിശ്വാസത്തിൻ്റെ പാരമ്പര്യമായിരുന്നു കഴിഞ്ഞാൽ, പാരമ്പര്യം എന്ന് പറയുന്ന ഒരു സംഭവം ആത്മീയ കാഴ്ച ലഭിക്കേണ്ടുന്നതിന് തടസ്സമായിരിക്കുന്ന ഒരു പുതപ്പാണ്. ആ പുതപ്പിന് എന്ത് ചെയ്യാൻ കഴിയണം? ഇട്ട് കളയാൻ കഴിയണം. ഒത്തിരി ആൾക്കാർക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും പള്ളിഭക്തിയാണ്, പള്ളിയാണ് അവരുടെ ഭക്തി. ചിലർക്ക് അതിനെക്കാട്ടുപരി മതഭക്തിയാണ്. ഈ പള്ളിഭക്തിയും പുതപ്പാണ്, പാരമ്പര്യം പുതപ്പാണ്. അതുപോലെ തന്നെ എന്താണ് മതഭക്തി എന്നാണ്, അതൊരു പുതപ്പാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം എന്താണ് കപടഭക്തി. ഈ കപടഭക്തി എന്ന് പറയുന്നത് ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവർക്കുള്ളതാണ് കപടഭക്തി. ഈ കപടഭക്തിയുടെ പുതപ്പ് ഇട്ടിട്ടഴിക്കാൻ കഴിഞ്ഞാൽ യഥാർത്ഥ ഭക്തിയിലേക്ക് കണ്ണു തുറക്കുന്ന ദൈവത്തിൻ്റെ വെളിച്ചം ആ വ്യക്തിയുടെ ഹൃദയാന്തർഭാഗത്തിൽ എന്ത് ചെയ്യും? ഉണ്ടാകും. അപ്പം ഏതെല്ലാം അന്ന് ഈ തിമായിയുടെ മകൻ ഭർത്തിമായി ഒരു പുതപ്പിട്ട് കളഞ്ഞെങ്കിൽ ഇന്ന് പലരും എന്ത് ചെയ്യുന്നു? 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല അതിൻ്റെ പുറത്ത് ഈ പുതപ്പുകൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇട്ടിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? കാഴ്ച ലഭിക്കണമോ? എല്ലാം എന്ത് ചെയ്യണം? ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റണം? ഇട്ടെറിഞ്ഞ് കളയുവാൻ തക്കവണ്ണം നമ്മൾ സന്നദ്ധത കാണിക്കുന്നുണ്ടെങ്കിൽ, നമ്മളതിന് തയ്യാറാണെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? സൗഖ്യമാക്കും. അവിടെ പറയുന്നു അവൻ തൻ്റെ പുതപ്പിട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ്. ഒരിക്കലും ഒരു കുരുടനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ത് ചെയ്യത്തില്ല? ചാടി എഴുകത്തില്ല. അതവൻ്റെ അകത്തെ വിശ്വാസമാണ് അവൻ്റെ തടസ്സമായിരുന്ന സകലത്തെയും പൊട്ടിച്ചുകൊണ്ട് അവൻ്റെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്തു? ചാടി അയക്കുകയാണ്. യേശു ക്രിസ്തുവിലൂടെയുള്ള സൗഖ്യം പൂർണ്ണമാണ് എന്നുള്ളതും താൻ ആശ്രയിച്ചിരുന്ന സകല കാര്യങ്ങളെയും തനിക്കിനി ആശ്രയിക്കേണ്ടി വരില്ലെന്നും ഈ വഴിയോരത്ത് താൻ ഇനി ഒരിക്കലും ഇരിക്കേണ്ടി വരില്ല എന്നും കാഴ്ച ലഭിക്കുന്നതിനും അവൻ എന്ത് ചെയ്തു? വിശ്വാസം ഉണ്ടായി. വിശ്വാസം കൊണ്ട് മാത്രമല്ല, പ്രവൃത്തിയാലുള്ള വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ്. ദൈവം ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തന്നാൽ ഞാൻ എന്ത് ചെയ്യാം? വിശ്വസിക്കാം എന്നുള്ളതല്ല. ഞാനായിട്ട് ഉപേക്ഷിക്കേണ്ട കാര്യമെല്ലാം ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഉപേക്ഷിക്കുക. പ്രവൃത്തിയാലുള്ള വിശ്വാസം, അത് ഇവിടെ ഒരു വലിയ പാഠമാണ്. വിട്ടുകളയാനുള്ളത് എന്ത് ചെയ്യണം? വിട്ടുകളഞ്ഞ് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, അവൻ എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ അകത്തെ കണ്ണ് തുറക്കും. അകത്തെ കണ്ണ് തുറക്കാതെ ഈ പറയുന്ന പോലെ പാരമ്പര്യങ്ങളും പറഞ്ഞ് മതഭക്തിയും കപടഭക്തിയും സ്വയനീതീകരണം, അത് വേറൊരു പുതപ്പാണ്. അതൊരു വലിയ അപകടകരമായ പുതപ്പാണ്, സ്വയനീതീകരണം എന്നുള്ള കാര്യം. ആ സ്വയനീതീകരണത്തിൽ കുറേ പേരെന്ത് ചെയ്യുന്നു? ആ പുതപ്പിട്ടിട്ടിരിക്കുക. കാഴ്ചയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഴ്ചയില്ല. അല്ലെങ്കിൽ കർത്താവേ സൗഖ്യമാക്കണമേ, ഈ പുതപ്പിട്ടിട്ട് എന്ത് ചെയ്തു? ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. ഇതൊന്നും വിട്ടുകളയാതെ യേശുവിൻ്റെ അടുക്കൽ വരാൻ സാധ്യമല്ല. ഈ പാരമ്പര്യങ്ങളും മതഭക്തിയും കപടഭക്തിയും സ്വയനീതീകരണവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കുറേ കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം അതിന് ആത്മീയ കണ്ണുകളെ കുരുടാക്കി വയ്ക്കുന്ന സകല കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇട്ടറിയാത്ത ഒരു വ്യക്തിക്കും യേശുവിൻ്റെ അടുക്കലോ പദം കണ്ടോ? അടുക്കൽ, യേശുവിൻ്റെ അടുക്കൽ. കർത്താവേ, ഞങ്ങൾക്കും ഇനിയും അടുത്ത് വരുവാൻ, ഞങ്ങൾക്ക് ഉള്ള പുതപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വലിച്ചെറിയുവാൻ കർത്താവ് ഞങ്ങൾ എന്ത് ചെയ്യണമേ. ഇവിടെ കർത്താവ് സഹായിക്കും തീർച്ചയായിട്ടും. പക്ഷേ ഇവൻ സ്വന്തമായിട്ട് എന്ത് ചെയ്തു? ആ കാര്യത്തിന് എഫർട്ട് എടുത്തു. നമ്മുടെ ആത്മീയ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കണമെങ്കിൽ പല കാര്യങ്ങളും വലിച്ചെറിയുവാനും തിരിച്ചെടുക്കാൻ ആഗ്രഹിക്കാതാണ്. ഈ മനുഷ്യന് പിന്നെ എന്ത് ചെയ്യേണ്ടി വന്നില്ല?
ആ കാര്യങ്ങളൊന്നും തിരിച്ചെടുക്കേണ്ടി വന്നില്ല. ഒത്തിരി ആൾക്കാർ യേശുവിനെ വിളിക്കുന്നു, പിന്നെയും പഴയ പുതപ്പിട്ടും കൊണ്ട് എന്ത് ചെയ്യും? അവിടെ ഇരിക്കും. അതിനാണോ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. 51 വാക്യം വരുമ്പോൾ യേശു അവനോട്, ഞാൻ നിനക്കെന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു. അന്ന് ആ മനുഷ്യൻ ആവശ്യപ്പെട്ട എന്താണ്? കാഴ്ച ലഭിക്കണം. ഇന്നത്തെ വിശ്വാസികൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ കർത്താവ് നിന്റെ അകത്തെ കണ്ണ് തുറക്കും എന്ന് പറയുമ്പോൾ അവൻ ആവശ്യപ്പെടുന്നത്, അകത്തെ കണ്ണ് തൽക്കാലം തുറന്നില്ലെങ്കിലും സാരമില്ല, ഞാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്, അതെല്ലാം എനിക്ക് എന്ത് ചെയ്യണം? കിട്ടണം. അകത്തെ കണ്ണ് തൽക്കാലം എന്ത് ചെയ്യട്ടെ? അങ്ങനെ ഇരിക്കട്ടെ. അത് തുറക്കേണ്ട സമയത്ത് എന്ത് ചെയ്തോളും? അത് തുറന്നോളും. തൽക്കാലം എനിക്കിപ്പോൾ ഇന്ന കാര്യങ്ങളുണ്ട്, മാത്രമല്ല ചില ആഗ്രഹങ്ങളുണ്ട്, ചില ആവശ്യങ്ങളുണ്ട്, ചില അത്യാഗ്രഹങ്ങളും, അതൊക്കെ എന്ത് ചെയ്യണം? വിശ്വാസത്താൽ അതൊക്കെ എന്ത് ചെയ്യണം? എനിക്ക് കിട്ടണം. യേശുവിൻ്റെ അടുക്കൽ ഇവൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. എനിക്ക് അനുഗ്രഹം കിട്ടണമെന്നോ, എനിക്ക് അത് കിട്ടണം, ഇത് കിട്ടണം, എല്ലാം കിട്ടണമെന്നോ ആവശ്യപ്പെട്ടില്ല. ഒറ്റ കാര്യമാണ് ആവശ്യപ്പെട്ടത്, എനിക്ക് കാഴ്ച വേണം. ലോകം അന്ധകാരത്തിൽ മൂടിക്കിടന്നു, കൂരിരുട്ട് സകല ജാതികളെ മൂടി വെച്ചിരിക്കുന്നു. അവൻ ലോകത്തിൻ്റെ വെളിച്ചമായി വന്നിരിക്കുന്നു. കാണാൻ കഴിയുന്നില്ലെങ്കിൽ അത് കാണുവാനുള്ള നിലവിളിയായിരിക്കണം എനിക്കുണ്ടാകേണ്ടത്. ഞാൻ ആഗ്രഹിക്കേണ്ടതാണ്. തുറന്ന ചോദ്യം, അല്ലെ? കർത്താവ് തുറന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. നിനക്കെന്താണ് ഇഷ്ടം? നീ എന്താണ് ആഗ്രഹിക്കുന്നത്? നാളെ മുതൽ വിഷയം എടുക്കാത്ത രീതിയിൽ നിനക്ക് ബാങ്ക് ബാലൻസ് കൂട്ടി തന്നാൽ മതിയോ? എല്ലാ ദിവസവും നീ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടത്തി കിട്ടിയാൽ മതിയോ? അവനതൊന്നുമല്ല ആഗ്രഹം. അവൻ്റെ ആഗ്രഹം, എനിക്ക് കാഴ്ച വേണം. ഈ ലോകത്തിലുള്ള എല്ലാ സമ്പത്തും കൊണ്ട് തരാമെന്ന് പറഞ്ഞാൽ എനിക്കതെന്ത് ചെയ്യണ്ട, എനിക്ക് വേണ്ട, എനിക്ക് കാഴ്ച കിട്ടണം, എനിക്ക് നിന്നെ കാണണം. ദാവീദിന്റെ കുലത്തിൽ നിന്ന് ജനിച്ച് മരിച്ചടക്കപ്പെട്ട് പുനരുദ്ധാനം പ്രാപിച്ച യേശുവിനെ എനിക്ക് കാണണം. അതിനുള്ള ആഗ്രഹത്തിൽ മറുപടി എന്ത് ചെയ്യാൻ കഴിയണം? യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നീ ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിലുള്ള ശരിയായ വിശ്വാസം അവനുണ്ടായി എന്നുള്ള കാര്യം കർത്താവിനറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് എന്ത് ചെയ്തത്? അവനെ തിരിച്ചറിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. ഇന്നെങ്ങാനും ആണ് കർത്താവ് ഇങ്ങനെ ചോദിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കാഴ്ച പിന്നീട് മതി, ബാക്കിയെല്ലാം എന്ത് ചെയ്യട്ടെ? പോരട്ടെ. ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്ത് ചെയ്യട്ടെ? വരട്ടെ. അനുഗ്രഹത്തിൻ്റെ കവിഞ്ഞൊഴുക്ക് ആദ്യം എന്ത് ചെയ്യട്ടെ? വരട്ടെ, പിന്നെ ബാക്കി കാര്യം നോക്കാം. ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ. അവന് കൊടുത്ത സ്വാതന്ത്ര്യം, അവന് ലഭിക്കേണ്ടിയ കാര്യത്തിന് അവൻ ദൈവത്തോട് ആവശ്യപ്പെടേണ്ടുന്നതിനുള്ള സ്വാതന്ത്ര്യം അവന് കൊടുക്കുകയാണ്. നിനക്കെന്ത് ലഭിക്കണമെന്ന് നീ ഇച്ഛിക്കണം. ഇന്ന് ആൾക്കാർ ദൈവത്തോട് എന്ത് ചെയ്യുന്നു? അവരുടെ സ്വന്തം ആഗ്രഹങ്ങളെ എന്ത് ചെയ്യുന്നു? അവർ അങ്ങോട്ട് ആവശ്യപ്പെടുന്നു. ഇവിടെ കർത്താവ് ഈ മനുഷ്യനെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അവൻ എന്ത് കാര്യം ചോദിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് കർത്താവിന് കൃത്യമായിട്ട് എന്ത് അറിയാം. അതുകൊണ്ടാണ് കർത്താവ് ആ സ്വാതന്ത്ര്യത്തോടു കൂടി പറയുന്നത്, നിനക്ക് എന്ത് ലഭിക്കണം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു. റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. കർത്താവിനോടുള്ള ആ പ്രതികരണം, വിശ്വാസത്തിൻ്റെ പ്രതികരണം. അവിടെ യേശു പറഞ്ഞത് കാഴ്ച പ്രാപിക്കുക എന്നല്ല, യേശു അവനോട് പോക എന്നാണ് പറഞ്ഞത്. പക്ഷെ അവൻ ചെയ്ത കാര്യം എന്താണെന്നറിയോ? ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. കാഴ്ച ലഭിക്കാത്ത ഒരു വ്യക്തിയും ശരിയായ ദൈവവചനത്തെ അനുഗമിക്കത്തില്ല. ദൈവവചന വെളിച്ചത്തെ കാണത്തില്ല. ദൈവവചനത്തിലെ ജീവന്റെ ശബ്ദത്തെ അവൻ കേൾക്കാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, ദൈവം വെളിപ്പെടുന്നത് വചനത്തിലാണ്. ആ വചനത്തിൻ്റെ മുമ്പിൽ അവൻ ഇരിക്കാൻ എന്ത് ചെയ്യത്തില്ല? അവൻ തയ്യാറാവില്ല. വചനത്തിൻ്റെ മഹിമ കാണാൻ അവൻ എന്ത് ചെയ്യത്തില്ല? അവൻ ആഗ്രഹം കാണത്തില്ല. അവൻ കൂട്ടായ്മകളോ പ്രാർത്ഥനകളോ ആരാധനകളോ അവന് മുഖ്യമായിരിക്കത്തില്ല. അവൻ ലോകത്തിലേക്ക് അവൻ്റെ ചെവിയും കണ്ണും തുറന്നു വയ്ക്കും. ദൈവം അതുവഴി കടന്നു പോകും. ദൈവം ഒരു പട്ടണത്തിലൂടെ കടന്നു പോകും. ദൈവം ഒരു കൂട്ടായ്മയിലൂടെ കടന്നു പോകും. ദൈവം ഒരു വചന ധ്യാനത്തിലൂടെ കടന്നു പോകും. ദൈവം ഒരു ആരാധനയുടെ മധ്യത്തിലൂടെ കടന്നു പോകും. അതിൻ്റെ മധ്യത്തിൽ നിൻ്റെ ആവശ്യബോധ്യം നീ മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ നീ നിലവിളിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ആത്മീയ കണ്ണ് തുറന്നു തരുവാൻ തക്കവണ്ണം കർത്താവ് ശക്തനാണ്. അവൻ എന്തുകൊണ്ട് കർത്താവിനെ അനുഗമിച്ചു? കാണേണ്ടുന്നവനെ അവൻ കണ്ടു. കാണേണ്ടിയ രീതിയിൽ അവൻ എന്ത് ചെയ്തു? കണ്ടു. കാണേണ്ടുന്നവനെ കാണേണ്ട ആവശ്യമുണ്ട്. കാണേണ്ടിയ രീതിയിൽ കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ അവൻ കർത്താവിനെ വിട്ടു പിരിയത്തില്ല. അവന് പിന്നെ എന്ത് ചെയ്യണം? കർത്താവിനെ അനുഗമിക്കണം. കർത്താവിൻ്റെ അല്ലേ അവിടെ വായിക്കുന്നു, ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. അവിടെ പറഞ്ഞ അനുഗമനമാണ്. കാഴ്ച പ്രാപിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത് ശരിയായ കാഴ്ച ലഭിച്ചവരല്ല. ശരിയായ കാഴ്ചപ്പാട് ലഭിച്ചിട്ടുള്ളവർ കർത്താവിനെ അനുഗമിക്കും. കർത്താവിനെ അനുഗമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പോഴും കാഴ്ച എന്ത് ചെയ്തിട്ടില്ല? പ്രാപിച്ചിട്ടില്ല.
വേറെ എന്തോ കാര്യം ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. കർത്താവ് 3.5 വർഷക്കാലം ചെയ്ത പ്രവൃത്തികൾ ആവർത്തിച്ച് ലഭിക്കേണ്ടുന്നതിനുള്ള വിശ്വാസവും കാഴ്ചയല്ല നമുക്ക് പ്രധാനം. കർത്താവ് ക്രൂസിൽ കിടന്ന ആ സമയത്തിൽ കർത്താവ് നിവർത്തിച്ച കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള കാഴ്ച, അവൻ മരിച്ചടക്കപ്പെട്ട് പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ കാണുവാനുള്ള കാഴ്ച. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ജഡപ്രകാരം ക്രിസ്തുവിനെ അറിയുന്നില്ല. ഒത്തിരി ആൾക്കാർ ജഡപ്രകാരം കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോഴുള്ള കാര്യങ്ങൾ അറിയുന്നു. പൗലോസ് പറയുന്നു, ഞാൻ ജഡപ്രകാരമുള്ള ക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. അവൻ പുനരുദ്ധാനം പ്രാപിച്ചതിന് അനന്തരം ആത്മപ്രകാരമുള്ള ക്രിസ്തുവിനെയാണ് ഞാൻ അറിയുന്നത്. ഇന്ന് ഒത്തിരി ആൾക്കാർക്ക് യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് ഫിസിക്കൽ ബോഡിയിൽ കർത്താവിൻ്റെ ശുശ്രൂഷ 3.5 വർഷക്കാലം ചെയ്തപ്പോൾ ആവർത്തിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവർ. പൗലോസ് പറഞ്ഞു, ഞാൻ അതിനപ്പുറമായി ഞാൻ അവനെ ആത്മാവിൽ അറിയുവാൻ ആഗ്രഹിക്കുന്നു. ആ കാഴ്ചപ്പാട് എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. വിശ്വാസത്താൽ ഭർത്തിയുമായി ചില കാൽവയ്പ്പുകൾ എന്ത് ചെയ്തു? എടുത്തു. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തെ അവകാശമാക്കുവാൻ നമ്മളും വിശ്വാസത്തിൻ്റെ ചില കാൽച്ചുവടുകൾ എന്ത് ചെയ്യണം? വയ്ക്കണം. അല്ല, ഒന്നാമത് എനിക്ക് കാഴ്ച ലഭിച്ചേ മതിയാവും. ദൈവം എൻ്റെ ആത്മീയ കണ്ണുകളെ തുറന്നേ മതിയാകത്തുള്ളൂ. ആ ഒരു ആവശ്യബോധം നമ്മുടെ ഉള്ളത്തിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം. അവിടെയും അവൻ നസറേനായ യേശുവിനെ ദാവീദ് പുത്ര എന്നുള്ള രീതികളിൽ തിരിച്ചറിഞ്ഞിട്ടും ആ തിരിച്ചറിവിൽ എനിക്കെല്ലാ കാര്യം അറിയാമെന്നും പറഞ്ഞ് അവിടെ എന്ത് ചെയ്തില്ല? ഇരുന്നില്ല. ഈ വരുന്ന ആളിനെ ഞാൻ എന്ത് ചെയ്യും? നേരത്തെ കേട്ടിട്ടുള്ളത് തന്നെ, ഞാൻ ഈ പല ആവർത്തി ഈ നസറേന യേശുവിനെ കുറിച്ച് എന്ത് ചെയ്തു? കേട്ടിട്ടുള്ളത് തന്നെ എന്ന് പറഞ്ഞ് അവിടെ എന്ത് ചെയ്തില്ല? ഇരുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന കർത്താവിനെ കുറിച്ചുള്ള അറിവുകളിൽ നെകളിച്ചില്ല. ഞാനും നമ്മൾ ഓരോരുത്തരും ഇതുവരെയും നമുക്ക് കർത്താവിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞ അനുഭവിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ ആത്മീയ നെകളം ഉണ്ടാകാതെ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ നിലവിളിക്കുന്നുണ്ടെങ്കിൽ അതൊരു കാൽ വയ്പാണ്. അതുപോലെ തന്നെ അവൻ എന്ത് ചെയ്തു? ഉപേക്ഷിക്കുന്നു. അവൻ്റെ പഴയ പുതപ്പ് സകലത്തെയും അവൻ എന്ത് ചെയ്യുന്നു? ഇട്ട് കളയുന്നു, ഉപേക്ഷിച്ചിട്ട് കളയും, മടക്കിയെടുക്കാൻ കഴിയാതെ വന്നു. അപ്പോൾ വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകൾ വയ്ക്കുമ്പോൾ അതിനെ ഇട്ട് കളഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുന്നു? സടകുടഞ്ഞ് ചാടി എഴുന്നേൽക്കും. അവൻ അതുവരെ ബന്ധിച്ച് വെച്ചിരിക്കുന്ന വിഷയത്തിൽ നിന്ന് അവൻ ആ വിടുതൽ എന്ത് ചെയ്യുന്നു? ലഭിച്ച് ചാടി എഴുന്നേറ്റ് അവൻ സ്റ്റെപ്പ് വയ്ക്കുകയാണ്. കാഴ്ച ലഭിച്ചോ? ഇല്ല. കാഴ്ച ലഭിക്കാതെ തന്നെ അവൻ വിശ്വാസത്തിൻ്റെ കാൽച്ചുവട് വയ്ക്കുന്നു. എങ്ങോട്ട് വയ്ക്കുന്നു? യേശുവിൻ്റെ അടുക്കലേക്ക്. കാൽച്ചുവട്, വിശ്വാസത്തിൻ്റെ കാൽച്ചുവട് വയ്ക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി അവിടെ കാണാനായിട്ട് കഴിയുന്നു. അവൻ തുറന്ന ഒരാവശ്യം ദൈവസന്നിധിയിൽ പറയുകയാണ്, ഗ്ലോറി ടു ഗോഡ്, എനിക്ക് കാഴ്ച ലഭിക്കണം. നമ്മളും ഇന്ന് ദൈവസന്നിധിയുടെ പ്രാർത്ഥനയിൽ തുറന്ന ഒരാവശ്യം, കർത്താവേ, ഇതുവരെ ഉള്ളതുപോലെയല്ല, നിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് യേശുവിൻ്റെ മഹത്വത്തെ ഇനിയും എനിക്ക് എന്ത് ചെയ്യണം? കാണണം. ഓരോ വചനത്തിലും യേശുവിൻ്റെ മഹത്വത്തെ കാണുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം സ്വതവേ നിർജീവമാണ്. ഈ പ്രവൃത്തി ഇല്ലാതിരിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ, കാഴ്ചയില്ലാത്തവനാണ് ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ഒരു കാഴ്ച ലഭിക്കാത്ത ഈ മനുഷ്യന് വിശ്വാസത്തിൻ്റെ ചില പ്രവൃത്തികൾ ചെയ്ത് കാഴ്ചവടുകളെ വെപ്പാൻ കഴിഞ്ഞെങ്കിൽ എത്ര അധികം ദൈവത്തിൻ്റെ മക്കൾക്ക് വിശ്വാസത്തിൻ്റെ കാഴ്ചവടുകളെ വെപ്പാൻ കഴിയണം. കർത്താവ് നമ്മെ അതിനായിട്ട് എന്ത് ചെയ്യട്ടെ? നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ വിശ്വസിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകളെ വയ്പ്പാൻ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മറ്റ് അനുഗ്രഹങ്ങളൊന്നുമല്ല നമുക്ക് പ്രാധാന്യം. കർത്താവ് നമുക്ക് തരുന്ന ആത്മീയ കാഴ്ചപ്പാട്. കർത്താവ് ഈ ദിവസങ്ങളിൽ ആത്മീയ കാഴ്ച നൽകുവാൻ നമ്മെ സഹായിക്കട്ടെ. ഈ ഭർത്തിമായെ സംബന്ധിച്ചിടത്തോളം കാഴ്ച ഇല്ലാതിരുന്നപ്പോൾ തന്നെ തൻ്റെ ആവശ്യങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്തുകൊണ്ടിരുന്നു? നടന്നുകൊണ്ടിരുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഒരുപക്ഷെ അവൻ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പലരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കാഴ്ചയാണ് അവന് പ്രധാനം. ഈ കാഴ്ച ലഭിച്ചില്ല എങ്കിൽ പിറ്റേ ദിവസവും ആ വഴിയോരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നന്മകൾ അവൻ എന്ത് ചെയ്യും? കിട്ടിയെന്നിരിക്കും. പക്ഷെ അതല്ല അവന് പ്രശ്നം. അവൻ്റെ വിഷയം അതല്ല. അവന് കാഴ്ച ലഭിക്കണം. എരിഹോവിൽ നിന്ന് ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് എന്ത് ചെയ്യണം? നടന്നു നീങ്ങാനുള്ള കാഴ്ച നമുക്ക് വേണം. വഴിയോരത്തിൽ നിന്ന് ദൈവഭവനത്തിലേക്ക് എത്തിച്ചേരുവാൻ ഉള്ള കാഴ്ച നമുക്ക് ആവശ്യമാണ്. അനുഗമിക്കേണ്ടിയവനെ
അനുഗമിക്കേണ്ടുന്നതിനുള്ള കാഴ്ച നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. ദൈവം ഈ വചനങ്ങളെ കൊണ്ട് നമ്മെ എവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.